ഇന്ത്യക്ക് വീണ്ടും നേട്ടം. രാജ്യത്തിന്റെ പ്രൗഢി വാനോളമുയരുന്ന സമയമാണിത്. ഓരോ ഭാരതീയനും ഇത് അഭിമാന നിമിഷം. വാർത്തകൾ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നാസിക്കിൽ ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ നിന്നും നിർമ്മിച്ച നമ്മുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് MK-1A, അതെ, നമ്മുടെ അഭിമാനമായ തേജസ് MK-1Aയുടെ ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 17-ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചടങ്ങ് നടന്നത്. HALന് ഇതൊരു പ്രധാന നാഴികക്കല്ലാണ്. കാരണം കമ്പനിയുടെ പുതുതായി സ്ഥാപിതമായ മൂന്നാമത്തെ ഉൽപാദന ലൈനാണ് നാസിക്കിലേത്. അവിടെ പൂർണ്ണമായും നിർമ്മിച്ച ആദ്യത്തെ യുദ്ധവിമാനമാണ് നമ്മുടെ തേജസ് MK-1A. ഇത് ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ 40 HTT-40 വിമാനത്തിന്റെ രണ്ടാമത്തെ ഉൽപാദന ലൈനിനോടൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. ആദ്യത്തെ രണ്ട് തേജസ് ഉൽപാദന ലൈനുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. അത് ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ നാസിക് യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് എന്തിനാണെന്നാൽ കൂടുതൽ കാര്യക്ഷമതയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേഗത്തിലുള്ള ഡെലിവറികൾ നടത്തുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ നാസിക് പ്ലാന്റിൽ എത്ര തേജസ് നിർമ്മിക്കാനാകും നമുക്ക് പരിശോധിക്കാം. GE എയറോസ്പേസ്, അതായത് ജനറൽ ഇലക്ട്രിക്കൽസ് വിതരണം ചെയ്യുന്ന F404IN-20 എഞ്ചിൻ ഉപയോഗിച്ച് പ്രതിവർഷം 8 തേജസ് MK-1A വിമാനങ്ങൾ നിർമ്മിക്കാനാകും നമ്മുടെ നാസിക് പ്ലാന്റിന്. ഇത് പ്രവർത്തനക്ഷമമാകുന്നതോടെ തേജസ് MK-1Aയ്ക്കുള്ള HALന്റെ മൊത്തത്തിലുള്ള ശേഷി പ്രതിവർഷം 24 വിമാനങ്ങളായാണ് വർദ്ധിക്കുക. ഇത് IAFന്റെ ഫ്ലീറ്റ് ഇൻഡക്ഷൻ വേഗത ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നതാണ്. ഈ ഒരു ഉൽപാദന ലൈൻ വന്നതോടെ വിമാന നിർമ്മാണം മാത്രമല്ല നടക്കുന്നത് കേട്ടോ, ഒട്ടനവധി ജോലി സാധ്യതകൾ കൂടിയാണ് തുറന്നിരിക്കുന്നത്. കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലായി 40-ലധികം വ്യവസായ പങ്കാളികളെ വിതരണ ശൃംഖലയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു. അടുത്ത 2 വർഷത്തിനുള്ളിൽ കുറച്ചു മെച്ചപ്പെടുത്തലുകൾ വരുത്തിക്കൊണ്ട് നാസിക്കിന്റെ ശേഷി പ്രതിവർഷം 10 വിമാനങ്ങളായി വികസിപ്പിക്കാനാണ് HAL പദ്ധതിയിടുന്നത്. അതാണ് നമ്മുടെ രാജ്യം. നാസിക്കിലെ ചടങ്ങിൽ Su-30 MKI യുദ്ധവിമാനങ്ങളുടെ ഒരു ഫ്ലൈ പാസ്റ്റും HTT-40 പരിശീലന വിമാനങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു ഫോർമേഷൻ ഫ്ലൈറ്റും നടന്നു എന്നതാണ്. തദ്ദേശീയ ബഹിരാകാശ ശേഷികളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസം അടിവരയിടുന്നതും രാജ്യത്തിന്റെ പ്രതിരോധ വ്യോമയാന ആവാസ വ്യവസ്ഥയുടെ ആണിക്കല്ലായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പങ്ക് ശക്തിപ്പെടുത്തുന്നതുമാണ് ഈ നടന്ന സംഭവം.